മക്കളെ, എല്ലാവർക്കും സെഗ്മെന്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് 9ാം ക്ലാസ് ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്റർ ആണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കണും അമർത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എല്ലാ വീഡിയോസും ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പൊ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്പാ എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് 9ാം ക്ലാസ് ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്റർ ആണ്. നമുക്കറിയാം, ക്രിസ്മസ് എക്സാം കഴിഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും മാർക്ക് കിട്ടി. മാർക്ക് കൂടുതലുണ്ടാവും, കുറവുള്ളവരുണ്ടാവും, അല്ലേ? അപ്പൊ ആരും കുറഞ്ഞു പോയ ആരും എന്ത് ചെയ്യണ്ട, വിഷമിക്കണ്ട. ആനുവൽ എക്സാമിന് നമുക്ക് നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് എന്ത് ചെയ്യാം, വാങ്ങിക്കാം. അപ്പൊ ആനുവൽ എക്സാമിന് വേണ്ടി അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് 7ാമത്തെ ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേരെന്താണ്? ചാപ്റ്ററിന്റെ പേരാണ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ്. നമുക്ക് കറന്റ് നമുക്കറിയാം, പല കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നിത്യേന കറന്റ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇലക്ട്രിക് ചാർജ് എന്നാണ് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ചാർജ്, അല്ലെ? ഇലക്ട്രിക് ചാർജ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ട്രിക് ചാർജ് എന്നാൽ ഒബ്ജക്റ്റ്, അതായത് രണ്ട് വസ്തുക്കൾ പരസ്പരം അല്ലെങ്കിൽ പരസ്പരം ഉരസുമ്പോൾ അവ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യാൻ നേരം അവയ്ക്ക് ലഭിക്കുന്ന ചാർജിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഒരു ഒബ്ജക്റ്റ് ആണ്, ഇതും ഒരു ഒബ്ജക്റ്റ് ആണ് വിചാരിക്കാം. ഈ രണ്ട് ഒബ്ജക്റ്റ് പേനയ്ക്ക് കുറച്ച് കട്ടി കൂടുതലാണ്. ഈ ഒബ്ജക്റ്റ് പരസ്പരം തേണം അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബ് ചെയ്യുന്നു, ഉരസുന്നു. അങ്ങനെ ഉരസാൻ നേരത്ത് ഇവ തമ്മിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും. ഇവ തമ്മിൽ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യാൻ നേരം ഇവയ്ക്ക് ലഭിക്കുന്ന ചാർജാണ് ഏത്, ഇലക്ട്രിക് ചാർജ്. ക്ലിയർ ആണോ? രണ്ട് ഒബ്ജക്റ്റ് പരസ്പരം ഉരസാൻ നേരം, റബ്ബ് ചെയ്യാൻ നേരം ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. അങ്ങനെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യാൻ നേരം അവയ്ക്ക് ലഭിക്കുന്ന ചാർജിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ഇലക്ട്രിക് ചാർജ് ലഭിക്കാൻ നേരം ആ രണ്ട് ഒബ്ജക്റ്റിനും ലഭിക്കുന്ന രണ്ട് ചാർജ് ഉണ്ട്. എന്തൊക്കെ ചാർജാണ് ലഭിക്കുന്നത്? കേട്ടാ, വാട്ട് ആർ ദ ഇലക്ട്രിക് ചാർജസ് ദാറ്റ് ഒബ്ജക്ട് അക്യൂർഡ് വെൻ റബ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ? അവ പരസ്പരം മറക്കാൻ ലഭിക്കുന്ന ചാർജാണ് ഇലക്ട്രിക് ചാർജ്. അപ്പോ രണ്ട് ഒബ്ജക്റ്റിനും കൂടി രണ്ട് ചാർജ് വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് പോസിറ്റീവ് ചാർജും മറ്റൊന്നെന്താണ്, നെഗറ്റീവ് ചാർജും. ക്ലിയർ ആയല്ലോ? ഇനി ഇലക്ട്രിക് ചാർജ് ലഭിക്കുന്നു ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് ചാർജ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ ചാർജ് ഏതാണ്? വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺസ്? നമുക്കറിയാം, എന്താണ്? ഇലക്ട്രോൺ എന്ത് ചാർജ് ആയിരിക്കും? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, അല്ലെ? പഠിച്ചിട്ടുണ്ട്. അപ്പോ പോസിറ്റീവ് എന്തായിരിക്കും? ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്? പ്രോട്ടോൺ ആണ് ഏത്, പോസിറ്റീവ് ചാർജ് വരുന്നത്. ഇനി ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് ഇലക്ട്രിക് ചാർജ് ഉണ്ടാവുന്നു എങ്കിൽ എന്താണ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് എന്താണ്? ഇലക്ട്രിക് ചാർജ് യൂണിറ്റാണ് കുളൂംബ്. എന്താണ്? കുളൂംബ് എന്നാണ് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റിനെ പറയുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്നതാ ഇംഗ്ലീഷ് അക്ഷരമായ സി. ക്ലിയർ ആണോ? അപ്പൊ നോക്കാം, രണ്ട് ചാർജ്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഇനി ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ്. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്താണ്? കുളൂംബ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് കുറച്ച് പരീക്ഷണങ്ങൾ നോക്കാം. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് കുറെ എക്സ്പെരിമെന്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതിന് ഫസ്റ്റ് വന്നത് ഓക്കെ, ഇത് നോക്കൂ, ഇതൊരു കപ്പാസിറ്റർ ആണ്. ഈ കപ്പാസിറ്ററിലേക്ക് ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇത്? കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്ററിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അല്ലെ? ഇതിന് കപ്പാസിറ്റി ഉണ്ടാകും. ആ കപ്പാസിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ കപ്പാസിറ്ററിലേക്ക് എന്ത് കണക്ട് ചെയ്തേക്കുന്നത്? ഒരു ബൾബ്. ഇതെന്ത് ബൾബാണ്? ഇതൊരു LED ബൾബാണ്. LED ഫുൾ ഫോം എന്താ? LED ഫുൾ ഫോം ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഈ LED കണക്ട് ചെയ്തേക്കുന്നുണ്ട്. LED കണക്ട് ചെയ്യാൻ നേരത്ത് എന്തായിരിക്കും? വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? എന്താണ് ഇവിടെ? LED എന്ത് ചെയ്തു? കത്തി, അല്ലെ? LED എന്ത് ചെയ്തൂടെ? പ്രകാശിച്ചു. LED എന്ത് ചെയ്തൂടെ? ലൈറ്റ് ചെയ്തു. ക്ലിയർ ആണോ? എങ്കിൽ what happened to the electric charge in the capacitor when it is connected to an LED?
ഇത് കണക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇലക്ട്രിക് ചാർജ് എന്ത് ചെയ്യാൻ തുടങ്ങി? ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങി. ക്ലിയർ ആണോ? ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസി ഉണ്ടാണ്ടാ ഈസി ഇലക്ട്രിക് ചാർജ് ഇട്ടേക്കണേ. കണക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇലക്ട്രിക് ചാർജ് എന്ത് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ LED നോട്ട് ഗ്ലോയിങ് കണ്ടിന്യൂസ്ലി? ഈ ഒരു കണക്ഷനിൽ ഇങ്ങനെ കൊടുക്കാൻ നേരം ഒരുപാട് സമയം ഈ LED ബൾബ് എന്ത് ചെയ്യില്ല? ലൈറ്റ് ചെയ്യില്ല. കാരണം എന്താണ്? ഈ കപ്പാസിറ്ററിന് കപ്പാസിറ്റി ഉണ്ട്. ഈ കപ്പാസിറ്ററിന് എന്തുണ്ട്? ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിന്റെ കപ്പാസിറ്റി അതിന്റെ ചാർജർ തീരാൻ നേരത്ത് ഈ ലൈറ്റ് എന്ത് ചെയ്യും? ഓഫ് ആകും. അപ്പോ ചാർജ് ഓഫ് കപ്പാസിറ്റി, ചാർജ് ഓഫ് കപ്പാസിറ്റർ, ചാർജ് ഓഫ് കപ്പാസിറ്റർ എന്ത് ചെയ്യും? ലോസ്റ്റ് ആകണം. എന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആകാൻ നേരം ഈ LED പ്രകാശിക്കുന്നത് എന്ത് ചെയ്യും? നിൽക്കും. അപ്പൊ ഇതെന്ത് ചെയ്യില്ല? ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യില്ല? പ്രകാശിക്കൂല. ഒരിക്കലും എന്ത് ചെയ്യില്ല? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യില്ല? പ്രകാശിക്കൂല. ക്ലിയർ ആണോ? എങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് തന്നെ വേറെ നോക്കാം. കപ്പാസിറ്ററിന് പകരം നോക്കിയേ, ഇതൊരു ബട്ടൺ സെല്ലാണ് നമ്മുടെ വാച്ചിലേക്ക് ഉണ്ടാകും. ഈ ഇപ്പൊ എനിക്ക് വാച്ചുണ്ട്. ഈ വാച്ചിനകത്ത് ഈ സെല്ല വെച്ചേക്കുന്നത്. ഇതിന് കണക്ട് ചെയ്താൽ എന്ത് ചെയ്യും? ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? പ്രകാശിക്കും. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? പ്രകാശിക്കും. ക്ലിയർ ആണോ? നമുക്ക് വേറെ ഒന്ന് നോക്കില്ലേ. ഇത് നോക്കിയേ, രണ്ട് പിക്ചർ നിങ്ങൾ കാണാം അല്ലെ? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. രണ്ടിന്റെ ക്ലിയർ ആയി കാണാൻ പറ്റുന്നുണ്ട്. രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ A ഉണ്ട്, B ഉണ്ട്. A എന്ന കണ്ടെയ്നർ ഉണ്ട്, B എന്ന കണ്ടെയ്നർ ഉണ്ട്. രണ്ടിന്റെ ഇത് നോക്കിയേ, ഈ രണ്ടിന്റെ വാട്ടർ ലെവൽ ഹൈറ്റ് എന്താണ്? സെയിം ആണ്. നോക്കി, ഹൈറ്റ് എന്താണ്? സെയിം ആണ്. ഹൈറ്റ് സെയിം ആയത് കൊണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് എന്ത് ചെയ്യില്ല? വെള്ളം, വാട്ടർ എന്ത് ചെയ്യില്ല? ഫ്ലോ ചെയ്യില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് വാട്ടർ ഫ്ലോ ഫ്രം കണ്ടെയ്നർ A to B? എയിൽ നിന്ന് ബിയിലേക്ക് എന്ത് ചെയ്യില്ല? ഫ്ലോ ചെയ്യില്ല. അപ്പൊ ഫ്ലോ ചെയ്യോ? ഇല്ല. നോ, എന്ത് ചെയ്യില്ല? ചെയ്യില്ല. എന്തുകൊണ്ടാണ്? is the gravitational potential due to the height of the water level through container same ആണ്. എന്താണ്? രണ്ടിന്റെയും ഹൈറ്റ്, രണ്ട് കണ്ടെയ്നറിന്റെയും ഹൈറ്റ് എന്താണ്? സെയിം ആയതുകൊണ്ട് A എന്ന കണ്ടെയ്നറിൽ നിന്ന് B എന്ന കണ്ടെയ്നറിലേക്ക് എന്ത് ചെയ്യില്ല? വാട്ടർ ഫ്ലോ ചെയ്യില്ല. അടുത്ത കേസ് നോക്കിയാൽ നിങ്ങൾ, ഇവിടെ എന്ന കണ്ടെയ്നർ ഉണ്ട്, B എന്ന കണ്ടെയ്നർ ഉണ്ട്. രണ്ടിന്റെ ഹൈറ്റ് നോക്കി നോക്ക്, ഹൈറ്റ് നോക്കൂ. സെയിം ആണോ? അല്ലല്ല, സെയിം അല്ല. രണ്ടിന്റെയും ഹൈറ്റ് എന്താണ്? വ്യത്യാസമുണ്ട് രണ്ടിനും അല്ലെ? ഇങ്ങനെ ഡിഫറെന്റ് ആണെന്നാണെങ്കിൽ ഇവിടെ നിന്ന് എന്ന് വെള്ളം എന്ത് ചെയ്യും? വെള്ളം എന്ത് ചെയ്യും? ബിയിലേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യും? ഡസ് ദ വാട്ടർ ഫ്ലോ ഫ്രം A to B? യെസ്, എന്താണ്? പോകും അല്ലേ? എന്ന് ബിയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ്? ഹൈറ്റ് എന്താണ്? ഡിഫറെന്റ് ഉണ്ട്. ഹൈറ്റ് എന്താണ്? വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളെ വെള്ളം പോയി നേരെ ബിയിലേക്ക് വന്ന് ഈ ഒരു ഹൈറ്റ് ലെവലാവുന്നത് വരെ എന്ത് ചെയ്യും? പോകും. ഹൈറ്റ് ലെവലാക്കിയാൽ അപ്പം എന്ത് ചെയ്യില്ല? വാട്ടർ എന്ത് ചെയ്യില്ല? എന്താകില്ല? പിന്നെ എന്ത് ചെയ്യില്ല? പോകില്ല. അപ്പൊ ഈ ഹൈറ്റ് എന്ന് ഇതിനിടയിൽ രണ്ടും ഒരേ ഹൈറ്റ് വന്നവരെ എന്ത് ചെയ്യും? പോകും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? ഫ്ലോ ചെയ്യില്ല. ക്ലിയർ ആണോ? അപ്പൊ ഫ്ലോ ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വേണം? വരുന്നൊരു വ്യത്യാസം വേണം വരുന്നു അല്ലെ? ക്ലിയർ അല്ലേ? നമ്മൾ അടുത്തതിലേക്ക് പോയാലോ? നോക്കി, ഇത് നോക്കി, ഇതൊരു ക്യാൻറ്റീനാണ്. ഈ കാണുന്ന ഒരു ക്യാൻറ്റീനാണ്. അതിന് കത്തിച്ചു. അതിന്റെ മുകളിലേക്ക് എന്ത് ചെയ്തേക്കാണ്? ഒരു അയൺ റോഡ്, ഇരുമ്പ് കണ്ടെന്തേക്കാണ് പിടിച്ചേക്കുന്നത്. നോക്കൂ, ഇവിടെ P എന്ന ഒരു ബിന്ദു ഉണ്ട്, Q എന്ന ഒരു ബിന്ദു ഉണ്ട്. രണ്ട് പോയിന്റ് ആണ്. ഏത് പോയിന്റ് ആയിരിക്കും ഏറ്റവും ആദ്യം ചൂടാവുന്നത്? നോക്ക്, ഈ തീ കൊള്ളുന്ന ഈ ഒരു പോയിന്റ് ആയിരിക്കും ആദ്യം എന്താണെന്ന് ചൂടാവുന്നത് അല്ലേ? പക്ഷേ ഒരു മിനിറ്റോ 2 മിനിറ്റോ ശേഷം നോക്കാൻ നേരം ഈ ഹീറ്റ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ അങ്ങോട്ടേക്ക് സ്പ്രെഡ് ആകും. ഈ P എന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്യും? സ്പ്രെഡ് ആകും അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇവിടെ ടെമ്പറേച്ചർ ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? Qയിൽ നിന്ന് Pയിലേക്ക്. അതായത് കൂടിയ ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്തേക്കാണ് എന്ത് ചെയ്തേക്കുന്നത്? ഫ്ലോ ചെയ്തേക്കുന്നത്. ഇവിടെയും എന്ത് ചെയ്തു? ഡിഫറൻസ് ഉണ്ടല്ലേ? കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ് എന്ത് ചെയ്തേക്കുന്നത്? ഫ്ലോ ചെയ്തേക്കുന്നത്. ഇനി അടുത്ത നോക്കിയാലോ? നമുക്ക് അടുത്ത നോക്ക്. ഇതൊരു ട്യൂബാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാം, ഇതേ പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഇതൊരു ട്യൂബാണ്, നമ്മുടെ ടയറിലൊക്കെ ട്യൂബാണ്. ട്യൂബിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഇതിലേക്ക് എന്ത് ചെയ്തേക്കുന്നത്? എയർ നിറച്ചേക്കുന്നത്. അപ്പൊ പ്രഷർ എവിടെ ആയിരിക്കും? അകത്തായിരിക്കും പുറത്തായിരിക്കും? നമുക്കറിയാതെ
ട്യൂബിന്റെ അകത്ത് അല്ലെ, ട്യൂബിന്റെ അകത്തായിരിക്കും എന്ത് പ്രഷർ കൂടുതൽ. അപ്പൊ ട്യൂബിനകത്ത് വേർ ഈസ് ദ എയർ പ്രഷർ ഈസ് ഗ്രേറ്റർ ഇൻസൈഡ് ദ ട്യൂബ്. എവിടെ ആയിരിക്കും? ഇൻസൈഡ് ദ ട്യൂബ്. ട്യൂബിനകത്ത് ഭയങ്കര പ്രഷർ ആയിരിക്കും, പുറത്തൊന്നും ഉണ്ടാകില്ല, പ്രഷർ ഉണ്ടാകില്ല. അപ്പൊ ട്യൂബ് ഇവിടെ തുറന്നുവിടാൻ നേരത്ത്, ഇവിടെ തുറന്നുവിടാൻ നേരത്ത് പുറത്തേക്ക് അല്ലെ, പുറത്തേക്ക് എന്ത് ചെയ്യും? എയർ എന്ത് ചെയ്യും? പോകും. ഇവിടെ നോക്കും, അകത്ത് പ്രഷർ കൂടുതലാണ്, പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ പുറത്തേക്ക്, അകത്ത് കൂടുതലാണ്, ഇവിടെ എന്താണ്? കുറവാണ്. പ്രഷർ പുറത്തെന്താണ്? കുറവ്, അകത്തെന്താണ്? കൂടുതലാണ് അല്ലെ. ട്യൂബിനകത്ത് കൂടുതലാണ്, പുറത്ത് കുറവാണ്. അപ്പോ കൂടിയതിൽ നിന്ന് എങ്ങോട്ടാണ് എയർ പോകുന്നത്? കുറഞ്ഞതിലേക്കാണ്. പ്രഷർ കൂടിയതിൽ നിന്ന് ഈ കാണുന്ന പുറത്തേക്ക് കുറഞ്ഞതിലേക്കാണ് എന്ത് ചെയ്യുന്നത്? എയർ പോണത്. അപ്പോ ഫ്ലോ ചെയ്യുന്നത് നോക്കിയേ, കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക്. നമുക്കപ്പോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു ഡിഫറൻസ് വേണം അല്ലെ. നമുക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് മനസ്സിലായി. വാട്ടർ ഫ്ലോ ചെയ്ത് എങ്ങനെയായിരുന്നു? വാട്ടർ ഫ്ലോ ചെയ്ത് നമുക്ക് കളർ മാറ്റാം, വേറെ കളർ എടുക്കാം. വാട്ടർ ഫ്ലോ ചെയ്ത് എങ്ങനെയായിരുന്നു? ഹൈറ്റ് കൂടുതലായിരുന്നു അല്ലെ. ഹൈറ്റ് കൂടിയതിൽ നിന്ന് എങ്ങോട്ടേക്കായിരുന്നു? ഹൈറ്റ് കുറവുള്ളടത്തല്ലേ. ഹൈറ്റ് കൂടിയതിൽ നിന്ന് ഹൈറ്റ് കുറവിലേക്കാണ് എന്ത് ചെയ്തത്? വാട്ടർ ഫ്ലോ ചെയ്തത്. ഹീറ്റ് ആണെങ്കിലോ നോക്ക്, ഹയർ ടെമ്പറേച്ചർ മുതൽ ലോവർ ടെമ്പറേച്ചറിലേക്ക് അല്ലെ. ചൂട് കൂടിയതിൽ നിന്ന് ചൂട് കുറഞ്ഞതിലേക്ക്. എയർ ഫ്ലോ ചെയ്തോ? പ്രഷർ എവിടെയായിരുന്നു? കൂടുതൽ. പ്രഷർ കൂടിയതിൽ നിന്ന് പ്രഷർ കുറഞ്ഞതിലേക്ക്, ഗ്രേറ്ററിൽ നിന്ന് ലോവറിലേക്ക്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഫ്ലോ നടക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു ഡിഫറൻസ് വേണം. കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫ്ലോ നടക്കുന്നത്. അപ്പൊ ഒരു ഡിഫറൻസ് വേണം. അപ്പോ ഇലക്ട്രിക് ചാർജിന്റെ കേസിലും, ഇലക്ട്രിക് ചാർജ് കളർ മാറ്റാം, വേറെ കളർ എടുക്കാം. ഇലക്ട്രിക് ചാർജിന്റെ കേസിലും ഇലക്ട്രിക് ചാർജ് അതിന്റെ കേസിലും ഫ്ലോ നടക്കണമെങ്കിൽ എന്ത് വേണം? ഡിഫറൻസ് വേണം അല്ലെ. ആ ഡിഫറൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, PD. പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്ലിയർ ആയോ? ഇവിടെയൊക്കെ നോക്കാം, വെള്ളം വാട്ടർ ഫ്ലോ ചെയ്യണമെങ്കിൽ ഡിഫറൻസ് വേണമായിരുന്നു. ഹൈറ്റ് കൂടുതൽ നിന്ന് ഹൈറ്റ് കുറവിലേക്ക്. മറ്റേ എന്താണ്? ഹീറ്റ് ആണെങ്കില ടെമ്പറേച്ചർ കൂടി നിന്ന് ടെമ്പറേച്ചർ കുറവിലേക്ക്. എയർ ആണെങ്കില പ്രഷർ കൂടി നിന്ന് പ്രഷർ കുറവിലേക്ക്. അപ്പൊ ഇലക്ട്രിക് ചാർജ് അങ്ങനെയായിരിക്കും, അതിനും ഡിഫറൻസ് വേണം. ആ ഡിഫറൻസ് നമ്മൾ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി നോക്കുന്നു. നമുക്ക് അടുത്തയിലേക്ക് നോക്കാം. ഇത് നോക്കേ, നമ്മൾ നേരത്തെ കണ്ട ഇമേജ്, ആ ഇമേജിൽ തന്നെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഇപ്പൊ നോക്കേ, എ എന്ന കണ്ടെയ്നർ, ബി എന്ന കണ്ടെയ്നർ. നോക്കേ, എന്റെ ഹൈറ്റ്, ബിയുടെ ഹൈറ്റ് എന്ന വ്യത്യാസം ഉണ്ടല്ലേ? ഹൈറ്റ് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത്? എന്ന് ബിയിലേക്ക് എന്ത് ചെയ്യും? നല്ല എന്ത് ചെയ്യും? എന്ന് ബിയിലേക്ക് വരും. പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട്. നോക്കി, ഈ സാധനം കണ്ട പമ്പ്, ഇവിടെ പമ്പ് വെച്ചിട്ടുണ്ട്. ഈ പമ്പ് എന്താണ്? എക്സ്റ്റേണൽ എനർജി സോഴ്സ് ആണ്. എക്സ്റ്റേണൽ എനർജി സോഴ്സ്, എക്സ്റ്റേണൽ എനർജി സോഴ്സ് ആണ്. ഇതെന്ത് ചെയ്യും? ഇവിടേക്ക് വരുന്ന വാട്ടർ അതേ അളവിൽ തന്നെ തിരിച്ച് പമ്പ് വഴി നേരെ എങ്ങോട്ടേക്ക് എത്തിക്കും? എയിലേക്ക് കൊണ്ടുവരും. മനസ്സിലായ? എന്ത് ചെയ്യും? എയിന്ന് ഹൈറ്റ് ലെവൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് വാട്ടർ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്ത് നേരെ എങ്ങോട്ട് വരും? ബിയിലേക്ക് വന്ന് ബിന്ന് ആ വാട്ടർ പമ്പ് വഴി നേരെ തിരിച്ച് എങ്ങോട്ട് എത്തിക്കുന്നു? എയിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. എന്തിന്റെ ഹെൽപ്പോട് കൂടി? പമ്പിന്റെ ഹെൽപ്പോട് കൂടി. ഒരു എക്സ്റ്റേണൽ എനർജി സോഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രവർത്തനം എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അപ്പോ പൊട്ടൻഷ്യൽ ഡിഫറൻസും എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസും കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ് ആണ് EMF. എന്താണ്? EMF. ക്ലിയർ ആണോ? ഇലക്ട്രിക് ചാർജില് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഴ്സ് ആണെന്ന് പറയുന്നത് EMF. ക്ലിയർ ആണോ? നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യാം. നോക്കൂ, ഇതൊരു ബൾബ്, സ്വിച്ച് ഉണ്ട്, ബൾബ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ആണ് അമർത്തി കഴിഞ്ഞാല്, അല്ലെങ്കിൽ സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ഈ ലൈറ്റ് കത്തില്ല അല്ലേ? ഇവിടെ ഡിഫറൻസ് എന്തെങ്കിലും വേണം. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ബാറ്ററി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ ബൾബ് എന്ത് ചെയ്യും? ഇവിടെ കത്തും അല്ലേ? ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യണം?
വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ ചാർജ് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, ബാറ്ററി അല്ലെങ്കിൽ EMF എന്ന് പറയും. അപ്പൊ ഒരുപാട് EMFന്റെ സോഴ്സസ് ഉണ്ട്. എന്തൊക്കെയാണ് EMFന്റെ സോഴ്സസ് വരുന്നത്? ഡ്രൈ സെൽ, എന്താണ് ഡ്രൈ സെൽ ഒരു EMF ആണ്. പിന്നെ ബട്ടൺ സെൽ, നമ്മൾ നേരത്തെ നോക്കിയില്ലേ ബട്ടൺ സെൽ, അതെന്താണ് ഒരു EMFന്റെ ആണ്. ഡ്രൈ സെല്ലുണ്ട് ബട്ടൺ സെല്ലുണ്ട്, ഡ്രൈ സെല്ലുണ്ട് ബട്ടൺ സെല്ലുണ്ട്. പിന്നെ ബാറ്ററി, ബാറ്ററി ബാറ്ററി എന്താണ് ഒരു EMF ആണ്. പിന്നെ സോളാർ സെൽ, അതൊരു EMFന്റെ സോഴ്സ് ആണ്. ഏതാണ് സോളാർ സെൽ, എന്താണ് അതൊരു EMFന്റെ സോഴ്സ് ആണ് കേട്ടോ, സോളാർ സെൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് EMF ആയിട്ട് വരുന്നത്. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഡ്രൈ സെല്ലും ബട്ടൺ സെല്ലും ബാറ്ററിയും സോളാർ സെല്ലാണ് നിങ്ങൾ എന്താണ് EMFന്റെ സോഴ്സ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ലൈറ്റ് ബൾബ് പ്രകാശിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ എന്തുകൊണ്ടായിരുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണമായിരുന്നു. ഇവിടെ എന്തില്ല, ബാറ്ററി ഉണ്ടായിരുന്നില്ല. നമ്മൾ EMF പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു EMFന്റെ സോഴ്സ് കൊണ്ട് എന്ത് ചെയ്തു, വെച്ചു. ക്ലിയർ ആണോ? അപ്പൊ ബൾബ് എന്ത് ചെയ്യും, പ്രകാശിക്കും. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന EMF ഏതൊക്കെയാണ്? ഡ്രൈ സെൽ, ബട്ടൺ സെൽ, ബാറ്ററി, സോളാർ സെൽ, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന EMF. ക്ലിയർ ആണല്ലോ?